നമസ്കാരം. തത്വമയി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുൻ മാധ്യമപ്രവർത്തകനും ഫങ്ഷണൽ സെക്ഷുവാലിറ്റി സ്പെഷ്യലിസ്റ്റുമായ സംഗീത് സെബാസ്റ്റ്യനാണ്. സാർ, നമ്മുടെ ഇവിടെ ഭാരതീയ പാരമ്പര്യത്തിൽ സെക്സിന് ഒരു പാപരഹിതമായ ഒരു രീതിയിലാണ് കണ്ടിരുന്നത്, അത്തരത്തിലായിരുന്നു. പക്ഷേ ഒരു വിക്ടോറിയൻ ഇറയിലൂടെ നമ്മുടെ മൊറാലിറ്റിയിൽ വലിയ രീതിയിലുള്ളൊരു ചേഞ്ച് വരികയും വളരെ ദീർഘനാൾ കഴിഞ്ഞിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് കുറേയധികം നാൾ നമ്മുടെ വിദ്യാഭ്യാസപരവും മറ്റ് കാര്യങ്ങൾ കൂടി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റ് പല ഇൻഫ്ലുവൻസസിൻ്റെയും ഒരു രീതിയിൽ നമ്മളുടെ വഴിമാറിപ്പോവുകയുണ്ടായി. അപ്പം ഇപ്പോൾ നമ്മൾ ഈ ഫങ്ഷണൽ സെക്ഷുവാലിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വൈരുദ്ധ്യം നമുക്ക് ഉണ്ട്. ചിന്തിക്കുന്നവർക്കും ചിന്തിക്കാത്തവർക്കും തമ്മിലുണ്ട്. നമ്മൾ കാലങ്ങൾ കൊണ്ട് കഴിഞ്ഞു വന്നത് ആ ഒരു രീതിയിലായതുകൊണ്ട് എന്താണ് താങ്കൾക്ക് ഇതിലുള്ളൊരു അഭിപ്രായം? ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ ഫങ്ഷണൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇന്നും നമ്മളുടെ ഇന്ത്യൻ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും പഠിപ്പിക്കാത്ത ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഈ ലൈംഗികത എന്ന് പറയുമ്പം ഇന്ന് നമ്മളുടെ സമൂഹത്തിലുള്ള പൊതുവെയുള്ള കാഴ്ചപ്പാട് ഇത് മറ്റ് അസുഖങ്ങളെപ്പോലെ മരുന്നെഴുതി ചികിത്സിക്കേണ്ട ഒരു പ്രശ്നമാണ്, ലൈംഗിക പ്രശ്നങ്ങളുമാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ അകത്തെ 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് എഴുതിയോ ഇഞ്ചക്ഷൻ എടുത്തോ സർജറി ചെയ്തോ ഒന്നും ചികിത്സിക്കേണ്ട പ്രശ്നങ്ങളല്ല. പക്ഷേ നമുക്കത് മനസ്സിലാകുന്നില്ല. കാരണം ഇന്ത്യയിൽ ഈ സംഭാഷണത്തിലൂടെ നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മോഡൽ അതില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സെക്സ് തെറാപ്പി എന്നൊക്കെ പറയും. സെക്സ് തെറാപ്പി ഉണ്ട്, നോൺ മെഡിക്കൽ സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സ്ട്രീമാണ്. പക്ഷേ അത് ഇന്ന് ഇന്ത്യയിലില്ല. ഇവിടെ ഇന്ത്യയിലുള്ള സെക്സ് തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും മരുന്നെഴുതി ചികിത്സിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ആ ഒരു ലൈംഗിക പ്രശ്നങ്ങളെ ഒരു രോഗമായിട്ട് കണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈംഗിക പ്രശ്നങ്ങളിൽ 90% ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. ഇത് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിലുണ്ടാകുന്ന ഒരു തകരാറാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് മരുന്ന് കഴിച്ചാലോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്താലോ സർജറി ചെയ്താലോ ഒന്നൊരു പരിഹാരം ഉണ്ടാകത്തില്ല. അപ്പം അവിടെ വേണ്ടത് വ്യക്തമായ അറിവാണ്. കാരണം മനസ്സിന് വേണ്ടത് വ്യക്തമായ ക്ലാരിറ്റിയാണ് മനസ്സിൻ്റെ മരുന്ന്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സംഭാഷണമാണ് ഈ ഫങ്ഷണൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ അകത്തെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറയുന്നത് ജനനേന്ദ്രിയങ്ങളല്ല, നിങ്ങളുടെ തലച്ചോറും നെർവസ് സിസ്റ്റവുമാണ്, നാഡീവ്യൂഹവുമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് തലച്ചോറും നാഡീവ്യൂഹവും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞാനിപ്പം പറഞ്ഞ ആ ഒരു ഈ നാഡീവ്യൂഹവും തലച്ചോറും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ റെഗുലേഷൻ അത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് പുരാതന ഭാരതവും കേരളവും ഒക്കെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ധർമ്മ കാമ അർത്ഥ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന റെഗുലേഷനാണ്. ലൈംഗികത എന്ന് പറയുന്ന മോട്ടിവേഷണൽ എനർജിയെ നിങ്ങൾ ധർമ്മ ഉപയോഗിച്ച് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥ, നിങ്ങളുടെ പെർഫോമൻസ് അത് ഏത് മേഖലയിലായാലും, അത് നിങ്ങളുടെ വർക്കായാലും പഠിത്തമായാലും റിലേഷൻഷിപ്പായാലും സെക്സ് ആയാലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് ഇന്ന് ആധുനിക ന്യൂറോ സയൻസിനുമുള്ളത്. അതായത് 2020 ന്യൂറോ സയൻസ് തിരിച്ചറിഞ്ഞ കാര്യമാണ് 2000 കൊല്ലം മുമ്പ് പുരാതന ഭാരതത്തിൽ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. ഇത് തള്ളല്ല. മറ്റേ ഋഷിമാരെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്നു, മഹാഭാരതത്തിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലുള്ള തള്ളല്ല. ഇത് നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഒരു വിക്ടോറിയൻ, ഈ ബ്രിട്ടീഷുകാരൻ്റെ വരവോടുകൂടെ ഒരു വിക്ടോറിയൻ മൊറാലിറ്റി, ഇപ്പം സായിപ്പ് ഈ പറയുന്ന കാര്യമൊക്കെ അവർ മാറ്റി. അവരിന്ന് വളരെ സയൻറ്റിഫിക്, ഇപ്പോൾ നമ്മൾ 2000 കൊല്ലം മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന മുനിമാർ ചിന്തിച്ച പോലെയാണ് ഇന്ന് സായിപ്പ് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും ഈ സായിപ്പിൻ്റെ ഉണ്ടാക്കി തന്ന ആ ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ മേഖലയും, ഇപ്പോൾ വിദ്യാഭ്യാസമായാലും ഹെൽത്ത് കെയർ ആയാലും എല്ലാം അതിൽ ഓടുന്നത്. അതൊരു വലിയ അപകടവുമാണ്. ഈ പറയുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതുമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂൾ തലം മുതൽ തന്നെ പഠിപ്പിക്കാനുണ്ട്. ചില ടോപ്പിക്കുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ സുവോളജിയുടെ ഭാഗമായി എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് മുതലോ 7ാം ക്ലാസ് മുതലൊക്കെ ഈ ടോപ്പിക്കുണ്ട്. പക്ഷേ ഈ ടോപ്പിക്ക് പലപ്പോഴും സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. എന്തുകൊണ്ടാകാം ഇപ്പോഴും ആ ടോപ്പിക്കുകൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത്? ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിൽ എന്താണ് ഇവർക്കൊരു അകൽച്ച ഉണ്ടാകുന്നത്, ഒരു പ്രശ്നം?
ഇതിൻ്റെ പ്രധാന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സെക്സ് എന്ന് പറയുന്നത് പ്രത്യുൽപാദനമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാശ്ചാത്യ ക്രിസ്ത്യൻ പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വാധീനത്തിനുണ്ടായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ പ്രത്യയശാസ്ത്രം കൂടെ മനസ്സിലാക്കണം, എങ്കിൽ അതിൻ്റെ ആ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാകുള്ളൂ. കാരണം ഇത് എന്തുകൊണ്ടാണ് കാരണം സന്താന ഉൽപാദനം ഒഴികെയുള്ള എല്ലാ ലൈംഗിക പ്രവൃത്തികളും പാപവും വൈകൃതവും അശ്ലീലവുമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് പാശ്ചാത്യ ക്രിസ്തു മതത്തിൻ്റേത്. അപ്പോൾ ഈ ഒരു സ്വാധീനത്തിലുണ്ടായ ഒരു ശാസ്ത്രമാണ് ഈ പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം. അപ്പോൾ അതുകൊണ്ടാണ് വൈദ്യശാസ്ത്രത്തിനും ഇതേ കാഴ്ചപ്പാട് തന്നെ ഉണ്ടായിരുന്നത്. ഇത് ഇന്നും കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഡോക്ടർമാർ സംസാരിക്കുന്നത് റീപ്രൊഡക്ഷനെ പറ്റിയാണ്, ബാക്കിയുള്ളതെല്ലാം വൈകൃതങ്ങളാണ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റുമാരാണെങ്കിൽ അവർ സംസാരിക്കുന്നത് അബ്നോർമൽ സൈക്കോളജിയെ പറ്റിയാണ്. ഈ പ്രത്യുൽപാദനമല്ലാതെ വേറെ ഒന്നും. അതുകൊണ്ടാണോ ഈ ട്രാൻസ്ജെൻഡറൊക്കെ രോഗാവസ്ഥ? എക്സാക്ട്ലി. കാരണം ബൈബിൾ ക്രിസ്ത്യൻ പ്രത്യയശാസ്ത്ര പ്രകാരം ദൈവം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു, അത് സ്ത്രീയും പുരുഷനുമായി. അതിനപ്പുറം വേറെ വൈവിധ്യങ്ങളില്ല, വൈകൃതങ്ങളേ ഉള്ളൂ. ഈ ഒരു സംസ്കാരത്തിൽ നിന്നും വന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്നും മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ ഇപ്പോഴും അവരെ നയിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. അത് മാറാതെ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫണ്ടമെൻ്റലി നിങ്ങളുടെ എഡ്യൂക്കേഷൻ സെക്ടറും ഹെൽത്ത് കെയർ സെക്ടറും ഒക്കെ അടിമുടി മുതൽ മാറ്റി ഉടച്ചു വാർക്കാതെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച്. അപ്പോൾ ഈ ഒരു റീപ്രൊഡക്ഷനാണ് സെക്സ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ബോധത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ കാമസൂത്രത്തിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കേണ്ടത്. ഇപ്പം കാമ എന്ന് പറയുന്നത് ഡിസയറാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് 99% അതൊരു വികാരമായിട്ടാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. പക്ഷേ നമ്മൾ സെക്സ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് എന്താ? ഫിസിക്കൽ ആക്റ്റാണ്, ഇൻ്റർകോഴ്സാണ് ഇല്ലേ. എന്തുകൊണ്ടാണ് ചിന്ത വരുന്നത്? എഗെയിൻ ഈ പറയുന്ന സായിപ്പിൻ്റെ കാഴ്ചപ്പാടായിരുന്നു. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കാലിറ്റി ആണെന്നുള്ളത് അല്ല, യഥാർത്ഥത്തിൽ അല്ല. പ്ലഷർ മാത്രമല്ല, ഇത് ഇമോഷനാണ്. നമ്മുടെ തലച്ചോറിൽ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെ മറ്റ് വികാരങ്ങളെ പോലെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു വികാരമാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു വികാരമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും സെക്സ് എന്ന് പറയുമ്പം നമ്മൾ റീപ്രൊഡക്ഷനിൽ അധിഷ്ഠിതമായിട്ട് മാറ്റുന്നതും അത് സംസാരിക്കാനായിട്ട് ആളുകൾക്ക് വിമുഖത വരുന്നതും. മനസ്സിലായോ? സെക്സ് എന്ന് പറയുന്നത് ഫിസിക്കാലിറ്റി അല്ല, അത് അതിൻ്റെ അകത്തെ ഒരു ഭാഗമാണ്. ഇപ്പോൾ കാമസൂത്ര എന്ന് പറയുന്ന ശാസ്ത്രീയ ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫിസിക്കൽ സെക്സ് എന്ന് പറയുന്നത് വെറും 20% ഉള്ളൂ. ബാക്കി 80% റിലേഷണൽ ആസ്പെക്റ്റ്, സൈക്കോളജി, സോഷ്യോളജി, ബിഹേവിയറൽ ഇഷ്യൂസ്, ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്? അതായത് ഈ ഫിസിക്കൽ സെക്സ് മാത്രമാണ് സെക്സ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന, മെൻ്റൽ ഹെൽത്തുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കൊരു പരസ്പര പൂരകമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ മെൻ്റൽ ഹെൽത്ത് പ്ലസ് സെക്ഷൽ ഹെൽത്ത്. അതെ, കാരണം നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെക്ഷൽ പ്രശ്നങ്ങളും ഉണ്ടാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറയുന്നത് നിങ്ങളുടെ ജനനേന്ദ്രിയമല്ല, തലച്ചോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും സെക്ഷൽ പ്രശ്നങ്ങളും ഉണ്ടാവും. മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രശ്നമുണ്ടെങ്കിൽ, മെൻ്റൽ ഹെൽത്തിൽ വിഷയമുണ്ടെങ്കിൽ, അതായത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെക്ഷൽ പ്രശ്നങ്ങളും ഉണ്ടാകും. തീർച്ചയായും. അപ്പോൾ ആ ഒരു തരത്തിൽ ഇതെങ്ങനെയാണ് നമുക്കിത് ഫിക്സ് ചെയ്യുന്നത്? ഒരാൾക്കൊരു സെക്ഷൽ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ പറ്റുക? ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുക? ആദ്യമേ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ലൈംഗിക പ്രശ്നങ്ങൾ പൊതുവേ ഇപ്പം നമ്മുടെ ശരീര ആരോഗ്യത്തിനനുസരിച്ച് 2 കാറ്റഗറി ഉണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ സൈക്കോജനിക് ഉണ്ട്, ഓർഗാനിക്കായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സൈക്കോജനിക് എന്ന് പറയുമ്പോൾ പ്രായം ഇപ്പം 40 വയസ്സിൽ താഴെയുള്ള വ്യക്തികളിൽ, വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത വ്യക്തികളിൽ ഇത് എസെൻഷ്യലി ഒരു സൈക്കോജനിക് ഇഷ്യൂ ആണ്. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന സ്വാധീനങ്ങളും നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും, സെക്സ് പാപമാണ്, അശുദ്ധമാണ്, അശ്ലീലമാണ്, ഇതൊക്കെ നമ്മൾ കേട്ട് വളരുമ്പോൾ അത് ഭാവിയിൽ നമ്മളൊരു ശാരീരിക ബന്ധത്തിലോ അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിലോ പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ ആ ഒരു ലൈംഗിക പ്രവൃത്തിയെ ബാധിക്കും. ലൈംഗിക പ്രവൃത്തിയെ അല്ല, ഒരു റിലേഷൻഷിപ്പിനെ തന്നെ ബാധിക്കും. അപ്പോൾ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫിസിക്കൽ ആക്ട്, ഇപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാരീരിക ബന്ധം എടുക്കുക, ഇപ്പം ലൈംഗികതയെ പറ്റി ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിട്ട് വളരുകയാണെങ്കിൽ, ചെറുപ്പം മുതൽ തന്നെ സെക്സിനെ പറ്റി ഈ പറഞ്ഞ തെറ്റാണ്, പാപമാണ് എന്നൊക്കെയുള്ളൊരു ബോധ്യത്തിൽ വളർന്നു വരുന്നൊരു വ്യക്തിയാണെന്ന് കരുതുക.
അവൻ ഈ പറയുന്ന ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, ആങ്സൈറ്റി ഉണ്ടാവും. കാരണം ഇതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള അറിവില്ല. ഇവൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രധാന ലൈംഗിക അവയവം എന്ന് പറയുന്നത് തലച്ചോറാണെന്നുള്ള തിരിച്ചറിവില്ല. അപ്പോൾ എന്താ പറ്റുക? ആദ്യമായിട്ടൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇതെങ്ങനെയെങ്കിലും വിജയിക്കണം, അല്ലെങ്കിൽ എൻ്റെ അച്ചീവ്മെൻറ്റ്, പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ഫിസിക്കൽ സക്സസ് ആകുക എന്നുള്ളതാണ്, ഇല്ലേ? ഉദ്ധാരണം. പുരുഷന്മാരെ സംബന്ധിച്ച് പീനിസിൻ്റെ, ലിംഗത്തിൻ്റെ ഉദ്ധാരണമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയം. അതിലൂടെ ഉണ്ടാകുന്ന ഒരു സെക്സാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്തുവാ? നിങ്ങളുടെ തലച്ചോറ് ഏറ്റവും മാസ്റ്റർ സ്വിച്ച് എന്ന് പറയുന്നതാണ്. തലച്ചോറ് അനുവദിക്കാതെ ഉദ്ധാരണം ഉണ്ടാകത്തില്ല. കാരണം ഉദ്ധാരണം തുടങ്ങുന്നത് ലിംഗത്തിലല്ല, തലച്ചോറിലാണ്. അപ്പോൾ തലച്ചോറ് സ്ട്രെസ്ഡ് ആണെങ്കിൽ, അതായത് ഈ പറയുന്ന പല കാരണങ്ങൾ, ചിന്തകളും ബാക്കിയുള്ള ഇതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ കാരണം സമ്മർദ്ദത്തിലാണെങ്കിൽ ബ്രെയിൻ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന കെമിക്കൽ റിലീസ് ചെയ്യത്തില്ല. അത് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ ഉദ്ധാരണം ലിംഗത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതുണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾ മരുന്ന് കഴിച്ചാൽ പോലും, വയഗ്ര പോലെയൊക്കെയുള്ള മരുന്ന് കഴിച്ചാൽ പോലും ആ ഉദ്ധാരണം സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വർക്കാകത്തില്ല. മൈൻഡ് വർക്കായെങ്കിൽ ഉദ്ധാരണം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് സെക്ഷൽ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഇത് ശരീര രോഗമാണോ? അല്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ആ മനസ്സ് എങ്ങനെയാണ്, മനസ്സിനെയും നെർവസ് സിസ്റ്റത്തെയും എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിക്കണം. അപ്പോൾ ഇത് മരുന്ന് എഴുതിയുള്ള ചികിത്സയല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ധർമ്മ എങ്ങനെയാണ് കാമത്തെ റെഗുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സംഗതിയാണ് ഇപ്പോൾ ന്യൂറോ സയൻസ് പറയുന്നത്. നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്ത് പാരാസിമ്പത്തറ്റിക് മോഡിലോട്ട്, അതായത് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ മനസ്സ് ശാന്തമാകുകയുള്ളൂ, ശരീരം ശാന്തമാകുകയുള്ളൂ. ആ ശരീരവും മനസ്സും ശാന്തമായെങ്കിൽ മാത്രമേ ഉദ്ധാരണം ഉണ്ടാകത്തുള്ളൂ. സോഷ്യൽ മീഡിയ ഒരു കാലഘട്ടമാണിത്. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള, ഇപ്പോൾ സെക്സോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന ധാരാളം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാറുണ്ട്. അപ്പം എല്ലാവരും സർട്ടിഫൈഡ് അല്ല, അത് എല്ലാവരും തന്നെ പലരും പല തരത്തിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമം നടത്താറുണ്ട്. അപ്പോൾ ഇത്തരമൊരു കാര്യങ്ങളിൽ പല തരത്തിലുള്ള വ്യത്യസ്തങ്ങളാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാണാത്തതോ കേൾക്കാത്തതുമായ ആൾക്കാരിൽ നിന്ന് ഈ ചാറ്റിങ്ങിൽ കൂടിയൊക്കെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവരങ്ങൾ ഇവരെ സമാഹരിക്കാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതെങ്ങനെയാണ്, എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് മനുഷ്യന് ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്? ലൈംഗികതയിലുള്ള പ്രധാന വെല്ലുവിളി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തെ ഒരു ലെയർ ഇന്ത്യയിലില്ല. അതായത് ഇതൊരു നോൺ മെഡിക്കലായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്നും ഇന്ത്യയിലില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടില്ല. അപ്പോൾ ഇവിടെ ഉള്ള ഈ പറഞ്ഞ ഇവിടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒക്കെയുള്ള സെക്സ് തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും അവർ എസെൻഷ്യലി ഈ ചെയ്യുന്നത് മരുന്ന് എഴുതിയും ഇതിനൊരു രോഗമായിട്ട് കണ്ടുകൊണ്ടുമൊക്കെ ചികിത്സിക്കുന്നത്. കാരണം മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഫങ്ഷണൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നതാണ് മനസ്സും നമ്മുടെ നെർവസ് സിസ്റ്റവും ശരീരവും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. അതില്ല. ഇപ്പം ഒരു ഉദാഹരണം പറയാം, അത് പറയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാകും. ഇപ്പം എനിക്ക് നീന്തൽ പഠിക്കാനായിട്ട് ഞാൻ ആരുടെ അടുക്കുകയാണ് പോകുന്നത്? ഒരു ഓർത്തോപെഡിഷൻ്റെ അടുക്കുകയാണോ പോകുന്നത്? ഒരു നീന്തൽ കോച്ചിൻ്റെ അടുക്കുകയാണോ പോകുന്നത്? നീന്തൽ കോച്ചിൻ്റെ അടുക്കുകയാണ്. കാരണം എന്താണ്? എങ്ങനെയാണ് ഞാൻ വെള്ളത്തിൽ ശ്വാസം എടുക്കേണ്ടത്, എങ്ങനെയാണ് കൈ ചലിപ്പിക്കേണ്ടത്, ഏത് സ്ട്രോക്കാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ അക്കരെ എത്തിക്കുന്നത്, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് ഒരു നീന്തൽ കോച്ചാണ്. പക്ഷേ എനിക്ക് എൻ്റെ കൈക്ക് എന്തെങ്കിലും പരിക്കോ മസിൽസിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ജോയിൻറ്റിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ നേരെ ഓർത്തോപീഡിഷൻ്റെ അടുക്ക പോകും. ഈ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും ഈ ഒരു ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നീന്തൽ കോച്ച് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക? മരുന്ന് എഴുതി തരും, സർജറി ചെയ്യും. മനസ്സിലായി? ഒരാവശ്യമില്ലാതെ നിങ്ങൾക്ക് പണി തരും. അത് നിങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല. കാരണം നിങ്ങളിത് കണ്ടിട്ടില്ല. നിങ്ങളാകെ കണ്ടിട്ടുള്ള ഈ മരുന്ന് എഴുതി ചികിത്സിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ ഇഷ്യൂ. ഇതിലെ ദാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരുപാട് ദാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ള ഒരു മേഖലയാണ് ഈ ലൈംഗികത എന്ന് പറയുമ്പോൾ. വൈവാഹിക ജീവിതത്തിലേക്ക് കിടക്കും പലരും തുറന്നു പറഞ്ഞും പറയാതെയുമായ നിരവധി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ്. മാരിറ്റൽ റേപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വളരെ സജീവമായി നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇപ്പോൾ പോലും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് നമുക്ക് അവരോടൊക്കെ സംസാരിക്കാൻ പറ്റുക? ചെറിയ പ്രായം മുതൽ തന്നെ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആക്ട് അല്ല, അതൊരു വികാരമാണ്. നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ ഒരു വികാരമാണ്. നമ്മളുടെ വിശപ്പും ദാഹവും ഒക്കെ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കേണ്ട ഒരു വികാരമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കണം.
ഇത് ഉണ്ടാക്കത്തോളത്തോളം കാലം നമ്മൾ ഇതിനെ ഒരു ഫിസിക്കൽ ആക്റ്റായിട്ട് മാത്രമേ കാണുള്ളൂ. ഈ ഫിസിക്കൽ ആക്റ്റായിട്ട് മാത്രം കാണുമ്പോഴാണ് നമ്മൾ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സമ്മർദ്ദം വരുന്നത്. കാരണം ഇത് പൊങ്ങിയില്ലെങ്കിൽ എങ്ങനെ സെക്സ് ചെയ്യുന്നത്? അപ്പോൾ ആ ഒരു പ്രഷർ കൊണ്ടാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. ഹരി കെട്ടിയോളാണ് മാലാഖ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴും ആ സിനിമ ഞാൻ പലപ്പോഴും എൻ്റെ ചാനലിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അകത്ത് ക്ലാസിക് ടിപ്പിക്കൽ മലയാളിയുടെ ഒരു ആത്മസംഘർഷമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തു. കാരണം ഇവന് ആകെപ്പാടെ ഒരു വെൽപ്രാളമാണ്. ഒരു സ്ത്രീകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയത്തില്ല. റിലേഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സീറോയാണ്. ഒരുമാതിരിപ്പെട്ട മലയാളി പുരുഷന്മാരുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഇത് അവരുടെ കുഴപ്പമില്ല, നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം അവരെ ഈ ഒരു കാര്യം പഠിപ്പിക്കാൻ അനുവദിക്കത്തില്ല. അപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു വലിയ ദുരന്തമുണ്ടല്ലോ നിങ്ങളുടെ കുടുംബജീവിതത്തിലാണ് വരുന്നത്, ഫാമിലി. ആ സമയത്ത് ഇവരൊക്കെ ഈ പറഞ്ഞ ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സെക്സ് പാപമാണ്, അശുദ്ധമാണ്, അശ്ലീലമാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ പൊളി തട്ടി പോകും, അവരവരുടെ പാട്ടിന് പോകും. നരകിക്കുന്നത് ഈ പറഞ്ഞ ബന്ധത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ഇവിടെ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മറ്റേ മെൻസ്ട്രേഷനും STD ചികിത്സ ഇതും മാത്രമല്ല, ഈ പറയുന്ന പ്രായോഗിക ലൈംഗികത. കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, അതായത് ഒരു ദാമ്പത്യ ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ലൈംഗികതയിൽ നിങ്ങളുടെ ബ്രെയിനും നെർവസ് സിസ്റ്റവും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റും. ഒരു ഡോക്ടറിൻ്റെ സഹായം ആവശ്യമില്ല. സ്കൂൾ പാഠ്യപദ്ധതി, നമ്മൾ പലതും പഠിക്കേണ്ടത് സ്കൂൾ കൂടിയാണല്ലോ. സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമല്ല ഈ കാര്യങ്ങൾ. ഇപ്പോഴും വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ സ്കൂൾ തലങ്ങളിലൊന്നും ഇത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സർക്കാരുമായിട്ടോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ വിവോക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം, മൈൻഡ് ഫസ്റ്റ് ഒരു സൊസൈറ്റി ഉണ്ട്, ഒരു NGO ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇവിടെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഭാഗമായിട്ടും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ടും കേരളത്തിൽ ഉടനീളം ക്യാമ്പസുകളിലും സ്കൂളുകളിലുമൊക്കെ ഞാൻ ഈ പറഞ്ഞ ഫങ്ഷണൽ സെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള ക്ലാസ്സുകളും സെഷൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ സംസാരിക്കുന്നത് ഒരു സെക്ഷുവാലിറ്റി എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. കാരണം എങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് അതിൻ്റെ റെലവൻസ് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ലൈംഗികതയെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നത്? കാരണം ഇന്ന് AI ലോകമാണ് അല്ലേ. നമ്മൾ ഒരുമാതിരിപ്പെട്ട ചെയ്യുന്ന ജോലികളെല്ലാം നാളെ നമ്മളെക്കാട്ടിൽ ഓൾറെഡി തന്നെ മനുഷ്യനെക്കാട്ടിൽ ഭംഗിയായിട്ട് ചെയ്യാനുള്ള കഴിവുള്ളൊരു ടെക്നോളജിയാണ്, ഏജൻ്റാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. AI മനുഷ്യനിൽ നിന്നും വ്യത്യാസമാക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? വികാരം മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് ആകെയുള്ള മനുഷ്യൻ്റെ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ. അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ വികാരം എന്ന് പറയുന്നത് സെക്സാണ്. അതിന്ന് മോഡേൺ ന്യൂറോ സയൻസ് വരെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഈ ഒരു നമ്മുടെ ഒരു കൺവേർജൻസ് ആണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നമ്മൾ 3-ാം നൂറ്റാണ്ടിൽ ധർമ്മ അർത്ഥ കാമ എന്ന് പറയുന്ന അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഫിലോസഫിയാണ് ഇന്ന് മോഡേൺ ന്യൂറോ സയൻസ് പറയുന്നത്. നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും തമ്മിലുള്ള ഒരു റെഗുലേഷനിലൂടെയാണ് നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് സായിപ്പ് പഠിപ്പിച്ചിരുന്ന ആ ഒരു വിക്ടോറിയൻ മൊറാലിറ്റി അടിച്ചമർത്തുക എന്നുള്ളതിനെ സായിപ്പ് തന്നെ ഇന്ന് ചവിട്ടുകൊട്ടയിലിട്ട. പക്ഷേ ഇന്നും ഇവിടെ ആ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം വേണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാൻ. അതിന്നും തയ്യാറല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എക്സെപ്ഷൻസ് ഉണ്ട്, കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകളുടെ ഒരു മനസ്സ് മാറാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കുട്ടികൾ ഭയങ്കര റിസപ്റ്റീവാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ. കാരണം അവർ ജീവിക്കുന്ന ഒരു ലോകം വേറെയാണ്. കാരണം അവർ ഡിജിറ്റൽ നേറ്റീവ്സാണ്. ഇപ്പം അവർ സ്കൂളിലോ കോളേജിലോ ഒന്നും അധ്യാപകർ പഠിച്ചിട്ടല്ല പഠിക്കുന്നത്, ആണോ? അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ഇപ്പം കേരളത്തിൽ ജനിച്ച് വളരുന്ന ഒരു കുട്ടി, അവൻ സ്വപ്നം കാണുന്നത് നാളെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പേര് കേട്ട കോളേജിൽ പഠിക്കാൻ വേണ്ടിയല്ല. അവൻ UK കാനഡയിലോ അമേരിക്കയിലോ ഒക്കെയുള്ള ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതിനെ പറ്റിയാണ് അവൻ സ്വപ്നം കാണുന്നത്. കാരണം അവൻ അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത് എല്ലാ ദിവസവും, ഇല്ലേ? അപ്പോൾ അതോടൊപ്പം തന്നെ അവൻ്റെ കാഴ്ചപ്പാടും മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്നത് 18-നും 40-നും ഇടയിലുള്ള ആളുകൾക്കാണ്.